അപ്പോൾ ഈ യാത്ര എൻ്റെ നാട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പം നമുക്ക് റിപ്പബ്ലിക് ഡേയുടെ 2 days നമുക്ക് വെക്കേഷൻ, 2 ദിവസത്തെ ഹോളിഡേ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, കുറേ നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങി. ശനിയാഴ്ച വൈകിട്ട് ഒരു 6:30 6:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ട്രാഫിക് ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ചോറ്റാനിക്കര ഭാഗത്തേക്കൊക്കെ ഭയങ്കര ട്രാഫിക് ഉണ്ടായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ടായാലും ഞാൻ വരുന്ന വഴിക്ക് തന്നെ അമ്പലങ്ങളിലൊക്കെ കുറേ അമ്പലങ്ങളിലെ ഉത്സവം, കുറേ പള്ളിയിലെ പെരുന്നാൾ, ഇതൊക്കെ അതുകൊണ്ട് ഭയങ്കര ലൈറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് കാണുന്നത് ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ഡെക്കറേഷനാണ്. അവരാ ഒരു മരത്തിനെയൊക്കെ എത്ര ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്, അതൊക്കെ ശരിക്കും നമ്മൾ പറയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി വലിയ ട്രാഫിക്, ഒരു കോട്ടയം മണർകാടൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു ട്രാഫിക് ഫീൽ ചെയ്തില്ലായിരുന്നു. ഒരു 9 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ജംഗ്ഷൻ എൻ്റെ വീട്ടിലേക്ക് തിരിയുന്നതിൻ്റെ അവിടുത്തെ ജംഗ്ഷനാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ വീടെത്തും, അച്ഛനെ അമ്മ കാണാൻ, എൻ്റെ വീട്, എൻ്റെ നാട്, അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ആർച്ച്. അങ്ങനെ രാത്രി ഏകദേശം ഞങ്ങളൊരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അച്ഛനും അമ്മയും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഫുഡ് പോലും കഴിച്ചില്ല. ഞങ്ങളും ഇത്രയും ദൂരം വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എല്ലാവരും സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അച്ഛൻ തന്നെ കൃഷി ചെയ്ത മഞ്ഞളിന് അത് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നോട് പറയാറുണ്ട്, ഇതൊക്കെ അച്ഛൻ കൃഷി ചെയ്ത മഞ്ഞളാണ്. ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ളൊരു കാവാണ്. അങ്ങനെ മോളെ സംബന്ധിച്ച് അവൾക്ക് ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വരുമ്പോഴാണ് മണ്ണിൽ അവൾക്ക് കൂടുതൽ ഇറങ്ങാനും കളിക്കാനും ഉള്ളൊരവസരം കിട്ടുന്നത്. ഇതൊക്കെ അമ്മയുടെ ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തോട്ടിറങ്ങി നോക്കിയപ്പം ഒരാളിപ്പുറത്ത് വണ്ടി കഴുകുന്നു, വേറൊരാളിപ്പുറത്ത് ആ തുണി എടുത്തിട്ട് നമ്മളിങ്ങനെ കല്ലേ വെച്ച് വാഷ് ചെയ്യത്തില്ല, അതുപോലെ ഇരുന്ന് ചെയ്ത് കഴുകുന്നു. ഇതൊക്കെയായിരുന്നു പണി. അത് കഴിഞ്ഞ് അമ്മ ചക്കയപ്പം കൊണ്ടു തന്നു. ആക്ച്വലി വീട്ടിൽ ചെന്നാൽ ഒരു പണി എടുക്കണ്ട, അമ്മ ഇങ്ങനെ ഫുഡ് തന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു, ഒരുപാട് കറി ഉണ്ടായിരുന്നു. ചക്കപ്പുഴുക്ക്, സാമ്പാർ, ബീട്രൂട്ട് കിച്ചടി, മീൻ കറി, മീൻ പീര, ചക്കക്കുരു മെഴുക്കുവരട്ടി എൻ്റെ ഫേവറേറ്റാണ്, കണ്ണിമാങ്ങ അച്ചാർ, കടുമാങ്ങ പുളിശ്ശേരി, ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഹാപ്പി ആയിട്ട് ചോറ് കഴിച്ചു. വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന്, എൻ്റെ ധർമ്മദൈവം അമ്പലത്തിൽ പോവാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയും. അങ്ങനെ അവിടെ പോകാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പാട്ടമ്പലത്തിലും പോകുന്നുണ്ട്. പാട്ടമ്പലം നമ്മുടെ വീടിനടുത്തുള്ള അമ്പലം. അപ്പോൾ അങ്ങനെ ഈ 2 അമ്പലത്തിൽ പോകാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ബേസിക്കലി വന്നത് തന്നെ അമ്പല ദർശനമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ധർമ്മദൈവം എന്ന് പറയുന്നത് തന്നെ ചെങ്ങന്നൂരാണ്, ചെങ്ങന്നൂരായിട്ട് വരും. അപ്പോൾ ഫുള്ളൊരു ഗ്രീനറിയാണ് അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങൾ, ചെറിയ ചെറിയ വീടുകൾ, പഴയ ആൾക്കാർ, അതൊക്കെയാണ്. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ കൂടുതലും എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ കൂടെ വന്ന ഓർമ്മകളാണ്. ഇതൊരു ദേവീക്ഷേത്രമാണ്. അവിടെ വന്ന് അമ്മ ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും പേരിൽ വഴിപാടൊക്കെ കഴിക്കാൻ കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതൽ ഇവിടെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിലെയുള്ള ഓർമ്മകൾ, ഇന്ന് എൻ്റെ മോൾ എത്രയുണ്ടോ ആ പ്രായത്തിൽ ഞാൻ പണ്ട് വരുന്ന ഓർമ്മകൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നു. വൈകിട്ടൊരു 6:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു സൺസെറ്റും ആ സമയവും പൂക്കളും അമ്പലത്തിലെ പാട്ടും അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അമ്പലക്കോളം. അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. നമുക്ക് പ്രസാദമൊക്കെ കിട്ടി കഴിഞ്ഞ് അമ്മ പറയായിരുന്നു ഇതേതോ ഒരു മരത്തിൻ്റെ പേര്, അതിൻ്റെ വള്ളി പോലത്തതാണെന്നും അങ്ങനെ ഇന്ന ഓരോ മരങ്ങൾ ഇതാണെന്നും ഇതിൻ്റെ കായാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പ്രദക്ഷിണമൊക്കെ വെച്ചു. വരുന്ന വഴിക്കാണ് അതൊരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വെള്ളപ്പൂവ് നിറച്ചിങ്ങനെ വെള്ളപ്പൂ. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു സ്റ്റോർ ജംഗ്ഷൻ, നമ്മുടെ വീടിനടുത്ത ആ ഒരു ജംഗ്ഷനിൽ പുതിയൊരു ചപ്പാത്തി സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, നമുക്കിന്ന് വൈകിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അമ്മയും അച്ഛനും പോയി വാങ്ങിച്ചു. അപ്പോൾ ഈ ഫുഡ് കൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് നമ്മളിനിയും പാട്ടമ്പലത്തിൽ പോകും. പാട്ടമ്പലത്തിൽ ആക്ച്വലി ചെണ്ടമേളം നടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ അമ്പലവും വിളക്കും ചെണ്ടമേളവും അമ്പലത്തിൻ്റെ ഒരു വൈബും ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അങ്ങനെ ആക്ച്വലി ഈ ചെണ്ടമേളം നമ്മുടെ അടുത്തുള്ളൊരു സ്കൂളിലെ കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. നമുക്ക് അമ്പലത്തിലൊരു വഴിപാടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദവും ഒക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നു. എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു, ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ എന്നിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുറേ നാളായി മണ്ണാർശാല അമ്പലത്തിൽ പോയിട്ട്, നമ്മുടെ ഹരിപ്പാടുള്ള. അങ്ങനെ രാവിലെ ഞങ്ങൾ മണ്ണാർശാല ഹരിപ്പാട് അമ്പലത്തിലൊക്കെ പോയി. ഇത് മണ്ണാർശാല അമ്പലത്തിൻ്റെ ഏരിയയാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന അമ്പലമാണ്, സർപ്പങ്ങളുടെ അമ്പലമാണ്. അപ്പോൾ അങ്ങനെ അവിടെ കയറി തൊഴുതു. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കഥകളും, പണ്ട് അമ്മ വന്നപ്പോൾ ഉള്ള കഥകളും, ഇവിടുത്തെ അമ്മയെ പറ്റിയും, അതുപോലെ ഈ മണ്ണാറശാല എന്നുള്ള പേരെങ്ങനെയാണ് ഈ അമ്പലത്തിന് വന്നത് എന്നൊക്കെയുള്ള കഥകൾ അമ്മ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടെ കുളത്തിലിറങ്ങി കാല് കഴുകാം എന്നും പറഞ്ഞിട്ട് അവരിറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൈഡിലൊരു ചേട്ടൻ അവിടെ നിന്നിട്ട് മസാല കപ്പലണ്ടി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് വാങ്ങിക്കാനൊരു ടെൻഡൻസി. അങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനതെനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കൈ കഴുകാൻ പോയപ്പോൾ എൻ്റെ ഒരു ചെറിയ ഷോ കാണിച്ചതാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മയും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തണം. അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് എടുക്കാനുള്ള സാധനമൊക്കെ എടുത്ത് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലേക്ക് തിരിച്ചു. അങ്ങനെ ഈ ഒരു ഭംഗി ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും എത്തണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോന്നു. അങ്ങനെ കൊച്ചി എത്തി. അതൊരു എന്താ പറയണ്ടേ, ഒരു 2 days വെക്കേഷൻ കുഞ്ഞിനും ഞങ്ങൾക്കും ഒക്കെ ഒരു റിലാക്സേഷൻ. അപ്പോൾ വരുന്ന വഴി നമുക്ക് കാണാം ഈ തുറവൂര് അരൂര് ഒരു ഇത് പണിയുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ വഴി ആക്ച്വലി വന്നിട്ട് കുറേ നാളായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തി, ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു 2 days വെക്കേഷൻ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.